സിനിജി, ഈ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾക്കൊക്കെ ഉത്തരവാദി ഇന്ത്യയാണെന്നാണ് അസീം മുനീർ ആരോപിക്കുന്നത്. അത് ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ സായുധ സേനാ വിഭാഗം നടത്തുന്ന എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ ഇന്ത്യ നടത്തുന്ന നിഴൽ യുദ്ധം ഇത് പറയുന്നത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസീം മുനീറാണ്. അതായത് ബലൂചിസ്ഥാനിലെ ഒരു സൈനിക ക്യാമ്പിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് ഇയാൾ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇന്ത്യ നടത്തിയ അഭ്യാസ പരിപാടിയിൽ നമ്മൾ ഇന്ത്യയെ പരാജയപ്പെടുത്തിയില്ലയോ? അതിനുശേഷം ആ വരി നമ്മൾ ആലോചിച്ചോണം, നമ്മൾ ഇന്ത്യയെ പരാജയപ്പെടുത്തിയില്ലയോ? ലോകം മുഴുവൻ കണ്ട സംഭവമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി, അതിനെ തുടർന്ന് അവിടെ ചെറിയ ചെറിയ നിഴൽ യുദ്ധങ്ങൾ നടത്തുന്നു. ഇത് മുഴുവൻ നടത്തുന്നത് BLA ആണ്. അപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത് നമ്മുടെ റോ ആണെന്ന് നേരത്തെ തന്നെ ആരോപണമുള്ളതാണ്. ഇത് പാകിസ്ഥാൻ പലതവണ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്ന ഇതാണ്. അതായത് പാകിസ്ഥാനിലെ അവരുടെ സെക്യൂരിറ്റി വിഭാഗത്തിലെ 3 ഉദ്യോഗസ്ഥർ അടുത്തിടെ കൊല്ലപ്പെട്ടു. ഈ കൊന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ ആൾക്കാരാണ്. കാരണം ഗറില്ല യുദ്ധമുറ കൃത്യമായി പരിശീലിച്ച അവർക്ക് പാകിസ്ഥാൻ്റെ ആർമി അവിടെ കടന്നു കയറിയാൽ അത് അതിക്രമിച്ച് കടക്കുന്നതായിട്ട് കണ്ടെത്തി ഇവർ ആക്രമണം നടത്തും. ഇതാണ് ഇവരുടെ ഒരു തന്ത്രം. ഇപ്പോൾ ഇയാൾ പറയുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ഇന്ത്യ തുടർച്ചയായിട്ട് നടത്തുന്ന നിഴൽ യുദ്ധങ്ങളാണ്. ഈ നിഴൽ യുദ്ധത്തിൽ അവരുപയോഗിക്കുന്ന ടൂളാണ് BLA എന്ന് പറയുന്നത്. സത്യത്തിൽ BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 7-8 സംഘടനകളുടെ കൂട്ടായ്മയായിട്ട് മാറി. കാരണം പാകിസ്ഥാൻ ഈ ബലൂജ് മേഖലയിലൂടെ ധാതു സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ പണം മുഴുവൻ കൊണ്ട് സിന്ധ്, അതുപോലെ തന്നെ അവരുടെ പഞ്ചാബ് പ്രവിശ്യകളിൽ കൊണ്ട് വിനിയോഗിക്കുന്നു. കാരണം പാകിസ്ഥാനിലെ സമ്പന്നർ കഴിയുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഈ സ്ഥലം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടേക്ക് ചൈനയെ കൊണ്ടുവരിക എന്നുള്ള. അതുകൊണ്ടാണ് ചൈന അവിടെ ഒരു ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു, ഇപ്പുറത്തേക്ക് മാറി എയർപോർട്ട് നിർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഖനനം നടത്താം. അങ്ങനെ ഖനനം നടത്താൻ ചൈനക്കാർ വന്നാൽ അവരെയും കൊല്ലും. അപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തുടർച്ചയായി ആക്രമണം നടത്തണമെങ്കിൽ അവർക്ക് എവിടുന്നാണ് ആയുധം, അവർക്ക് എവിടുന്നാണ് സമ്പത്ത്? ഇതെല്ലാം നൽകുന്നത് ഇന്ത്യയാണ്. അപ്പം അസീം മുനീർ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ സമര പരിപാടികൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ബലൂചിസ്ഥാനികളുടെ ദേശസ്നേഹത്തെ വില കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ശ്രമമാണ്. അപ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന അല്ലെ അവരോട് ഒരു വികാരം പ്രകടിപ്പിക്കുന്ന ഏതെങ്കിലും കുറച്ച് ആളുകളുണ്ടെങ്കിൽ അവരുടെ പിന്തുണ കിട്ടിക്കോട്ടെ. ഇതാണ് അസീം മുനീറിൻ്റെ പ്രസ്താവനയോട് പറയുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ബലൂചിസ്ഥാനിലുണ്ടാകുന്ന ഓരോ പ്രശ്നത്തിനും പിന്നിൽ ഇടപെടുന്നത് ഈ പറയുന്ന ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയും നാൾ റോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രഹരമേറ്റ ശേഷം ഇത് നമ്മൾ വിജയിച്ചതാണ്, അതുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പം അവരുടെ സൈന്യം അല്ലെങ്കിൽ അവിടുത്തെ മതം ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പം ഈ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത പണ്ഡിതൻ്റെ മകൻ കൂടി ആയതുകൊണ്ട് ഇയാൾക്ക് ഖുറാൻ ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമാണ്. അപ്പോൾ ഇയാൾ ഈ സൈനികരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ഖുറാനിലെ സൂക്തങ്ങൾ ഉരുവിടാം. ഇത് കേൾക്കുമ്പോൾ തീവ്ര മതചിന്തയുള്ള സൈനികർ ഇയാളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒപ്പം ഇന്ത്യക്ക് മേൽ വിജയം നേടിയെന്നോ ഇന്ത്യയെ ഉപദ്രവിച്ചെന്നോ ഒക്കെ പറയുമ്പോൾ ദേശസ്നേഹമുള്ള പാകിസ്ഥാൻ്റെ പിന്തുണയും കിട്ടും. ഇത് രണ്ടും കൃത്യമായി അറിയുന്ന ആളാണ് അസീം മുനീർ. അതുകൊണ്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. കാരണം ഈ യുദ്ധത്തിന് മുഴുവൻ തുടക്കമിട്ടത് അസീം മുനീർ ഇതിന് സമാനമായൊരു പ്രസംഗം നടത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൈന്യത്തിലെ ഒരു വിഭാഗത്തിന് അസീം മുനീറിനോട് എതിർപ്പുണ്ട്, ജനങ്ങളോട് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഈ സൈനിക ക്യാമ്പിൽ നടത്തുന്ന പരിപാടിയിലെല്ലാം തന്നെ ഇന്ത്യയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ദേശസ്നേഹികളുടെ ഒരു വികാരത്തെ മുതലെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അസീം മുനീർ കുറച്ച് കാലമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഇതിനകത്ത്. കാരണം ഇപ്പോൾ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയിട്ടുണ്ട്. ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ അയൂബ് ഖാന് പാകിസ്ഥാൻ്റെ ഒരു പ്രസിഡന്റായിട്ട് മാറാമെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് മാറാൻ പറ്റുന്നില്ല? സ്വാഭാവികമായിട്ടൊരു ചിന്തയല്ലേ. അപ്പോൾ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ എന്നെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്ന് തന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണത്തിലേക്ക് എത്തണം. അപ്പോഴാണ് ഷഹബാസ് ഷെരീഫ് ഔദ്യോഗികമായിട്ട് പറയുന്നത്, ഇവിടെ അത്ര നീക്കങ്ങളൊന്നുമില്ല, ഞങ്ങൾ വളരെ സന്തുഷ്ടമായിട്ടും വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആസിഫ് അലി സർദാരി എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റിന് വ്യക്തമായ ധാരണയുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു സൈനിക അട്ടിമറി നടക്കാം. ഈ ആസിഫ് അലി സർദാരിക്കും ഷഹബാസ് ഷെരീഫിനും രാജ്യം വിട്ടു പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് പിന്തുണ സൈന്യത്തിൻ്റെയാണ് വേണ്ടേ. അപ്പം ആർമിയിലെ ഒരു വിഭാഗം അസീം മുനീറിനെതിരായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക ഒരു രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് സംഭവിക്കില്ല അസീം മുനീറിനെ. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ അറിവ് വെച്ച് ഈ ബലൂചിസ്ഥാനിൽ വാസ്തവത്തിൽ നടക്കുന്ന അവർക്ക് കൃത്യമായ ഒരു വിയോജിപ്പുണ്ട്. കാരണം
അവർക്ക് അവിടെ വികസനം നടക്കുന്നില്ല, അവർ അമിതമായി ചൂഷണം ചെയ്യപ്പെടുന്നു. ഉം. സർക്കാരിനെതിരെയുള്ള സത്യത്തിൽ ഭരണകൂടത്തിനെതിരെയുള്ള ഇതല്ലേ, വിയോജിപ്പല്ലേ അവർ സത്യത്തിൽ കാണിക്കുന്നത്? അതെ അതെ, വിയോജിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. കാരണം എന്താ അറിയോ, ഈ പറയുന്ന ഖൈബർ പഖ്തൂൺഖ്വ മേഖലയും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലുമുള്ള ആളുകൾ കാലങ്ങളായിട്ട് സ്വതന്ത്ര രാജ്യമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ശരി, ഇവിടുത്തെ ധാതുക്കൾ പാകിസ്ഥാന് വേണ്ടാന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ ഇവരെ സ്വതന്ത്രമായിട്ട് വിടണം. അത് ചെയ്യില്ല. പാകിസ്ഥാൻ ആർമി അവിടെ ചെന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകും. ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോകും, യുവജനങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, അതുപോലെ തന്നെ പ്രായമായവരെ തട്ടിക്കൊണ്ടു പോകും. ഇനി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവസാന ഘട്ടം എന്ന നിലയിൽ ഇവർ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ സമാനമായ പ്രശ്നമുണ്ടായി. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ വസീറിസ്ഥാനിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഇന്ത്യയാണ്. കാരണം വസീറിസ്ഥാനിലാണ് അജ്ഞാതർ ചെന്നിട്ട് ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവരെ വെടിവെച്ചു വരുന്നത്. അപ്പം ഈ നാട്ടിലെ ഈ പറയുന്ന എന്താ പറയുക ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നത് പാകിസ്ഥാൻ. വസീറിസ്ഥാനിൽ ഈ മറ്റേ പാകിസ്ഥാൻ താലിബാന്റെ ശക്തി കേന്ദ്രമല്ലേ? അതെ അതെ, അതായത് തെഹ്രിക്ക് ഈ താലിബാൻ എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ പാകിസ്ഥാനിലുള്ള താലിബാന്റെ ഒരു എന്താ പറയുക ബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഘടന, അവരവിടെ ശക്തി ആർജിക്കുന്നു. അവരുടെ പ്രശ്നം എന്താ പറയുക, ഈ പഖ്തൂൺഖ്വ മേഖലയിലുള്ളവർക്ക്, ആ വിഭാഗത്തിൽപ്പെട്ടവർ കുറച്ച് പേര് അഫ്ഗാനിസ്ഥാനിലും കുറച്ച് പേര് പാകിസ്ഥാനിലുമാണ്. ഈ സാങ്കല്പികമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണല്ലോ രണ്ട് ഭാഗത്തേക്കുന്നത്. ഇവർക്ക് ഒന്നിച്ച് നിൽക്കണമെന്ന് സ്വാഭാവികമായിട്ടൊരു താല്പര്യമുണ്ട്. അത് പാകിസ്ഥാനോട്ട് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുള്ളവരും ബലൂജ് മേഖലയിലുള്ളവരും സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് പോയാൽ പിന്നെ പാകിസ്ഥാൻ ഒന്നുമില്ല. അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു വിഭാഗം അങ്ങോട്ട് പോയി. ഇപ്പോൾ പാകിസ്ഥാൻ്റെ മൊത്തം GDP എടുത്താൽ അതിൻ്റെ ഏതാണ്ട് 3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല അതുപോലെ ബലൂജ് മേഖലയാണ്. അപ്പോൾ അവിടെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. അപ്പോൾ തയ്യാറാകാത്ത സ്ഥിതിക്ക് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പറയുന്ന പോലെ ഗറില്ല യുദ്ധമുറ സ്വീകരിക്കുക. അതുകൊണ്ട് പറയുന്നു, പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരോ പാകിസ്ഥാനിലെ ആർമിയോ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും അതുപോലെ ബലൂജ് മേഖലയിലും വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തും. ഇപ്പോൾ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുക. അപ്പോൾ അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ട്, അമേരിക്കയുടെ സൈനികപരമായ ചില നീക്കങ്ങളുണ്ടെന്ന് ഈ ബലൂജ് ലിബറേഷൻ ആർമി തിരിച്ചറിയുന്നതുകൊണ്ട് ഇവരൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് അസീം മുനീർ പറയുന്നു, തുടർച്ചയായി ഇവിടെ നടത്തുന്ന ആക്രമണങ്ങളൊന്നും ബലൂജികൾ ചെയ്യുന്നതല്ല, ഇന്ത്യ നടത്തുന്ന നിഴൽ യുദ്ധം. അതായത് നമ്മൾ പറയും കശ്മീരിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറി അറ്റാക്ക് ചെയ്യുന്നു, അത് പാകിസ്ഥാൻ വിടുന്ന ഭീകരവാദികളാണ്. സെയിം തന്ത്രമാണ് അസീം മുനീർ വെക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വികാരം ഉണ്ടെങ്കിൽ മാത്രമേ അസീം മുനീറിന് പാക് ജനതയുടെ പൂർണ്ണമായൊരു സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. എത്ര നാൾ ഈ കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റും? അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു സംഗതി, ഇതിൽ സിനുജിയുടെ അഭിപ്രായം കൂടി ചോദിക്കുക. അതായത് പാകിസ്ഥാൻ ഒരേ സമയം എങ്ങനെയാണ് ഈ അമേരിക്കയെയും ചൈനയും തൃപ്തിപ്പെടുത്തി നിൽക്കുക? അത് വളരെ സിമ്പിളാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയാണ് കൃത്യമായിട്ട് ചൂഷണം ചെയ്തത്. അതായത് ഒരു കാലത്ത് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ റഷ്യ നടത്തിയ ഒരു അധിനിവേശമുണ്ട്. ഈ റഷ്യ അല്ല, അന്ന് USSR ആയിരുന്നു. USSRൻ്റെ അധിനിവേശ സമയത്ത് അഫ്ഗാനെ അടിച്ചമർത്തിയപ്പോൾ അമേരിക്കയ്ക്ക് അഫ്ഗാനെ സഹായിക്കണം, പക്ഷെ നേരിട്ട് പോയി ഇടപെടാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു താവളം വേണമെന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനിൽ ചില സ്വാധീനം ചെലുത്തി. പാകിസ്ഥാൻ അവരുടെ രാജ്യം മുഴുവൻ തുറന്നു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് പട്ടാള താവളങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് പിന്നീട് പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഇന്നും അവരുടെ മുമ്പിൽ അടിമയായിട്ട് കഴിയേണ്ടി വരുന്നു. പക്ഷേ ഇപ്പുറത്തേക്ക് മാറുമ്പോഴോ ചൈന ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നു. അവരുടെ പഴയ യുദ്ധക്കപ്പലൊക്കെ ഉണ്ട്, അപ്പോൾ വെറുതെ തുരുമ്പ് വിലയ്ക്ക് കൊടുക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ കൊടുക്കുന്നു, വിമാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളല്ല ചൈന കൊടുക്കുന്നത്, പക്ഷേ ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു കരുവിനെ വെച്ച് കളിക്കുന്നതാണ് ചൈന ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി ഈ പാകിസ്ഥാനെ വെച്ചുള്ള കളി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാം പ്രശ്നത്തിൻ്റെ പേരിൽ ആക്രമണം ഉണ്ടായല്ലോ. അന്ന് ചൈന നേരിട്ട് ഇടപെട്ടില്ല. മാത്രമല്ല ഇന്ത്യയുടെ നിലപാടിനെ ഏതാണ്ട് അനുകൂലിച്ചു. അതായത് പാകിസ്ഥാൻ ചെയ്ത തെറ്റാണ്, ഈ പഹൽഗാം ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് ഷീ ജിൻപിങ്ങിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, അമേരിക്കയുടെ ഈ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയെ എത്രയോ കാലമായിട്ട് അവർ ഒറ്റപ്പെടുത്തി. ഇപ്പോൾ ഇന്ത്യക്ക് മേലെ 25% ടാക്സ് ഏർപ്പെടുത്തുന്നു. ഓഗസ്റ്റ് 1 മുതൽ അത് നടപ്പിൽ വരും. അപ്പോൾ ഇന്ത്യയും മാറിയിരിക്കും. അങ്ങനെ രണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്കുള്ള പണിയാകും. ഇതിൽ അസീം മുനീർ കാണുന്നത് അമേരിക്ക നമ്മളെ പിന്തുണയ്ക്കും, അങ്ങനെ എനിക്ക് പ്രസിഡന്റ് ആകാം, അതിനു വേണ്ടിയിട്ട് എൻ്റെ സൈന്യം സപ്പോർട്ട് ചെയ്യും. ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും കൊടുക്കണം. അതൊക്കെയാണ് പ്ലാൻ ചെയ്തത്. എന്തായാലും ഈ ബലൂജിൽ വന്നിട്ട് സൈനികരെ കയ്യിലെടുക്കാനുള്ളൊരു തന്ത്രമാണ് അസീം മുനീർ പയറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ അസീം മുനീറിൻ്റെ തന്ത്രങ്ങൾ പയറ്റട്ടെ. നിഴൽ യുദ്ധമാണെന്നൊക്കെ ഇന്ത്യയെ കുറ്റപ്പെടുത്താമെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാവുന്നില്ലല്ലോ, തെളിവില്ല ഒന്നിനും.